ഹലോ, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെരുന്നാളൊക്കെ ഇവിടെ ആവാനായല്ലോ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ബിരിയാണീൻ്റെയും മന്തിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ട് ഒരുപാടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കായൊക്കെ ഉള്ള നല്ല അടിപൊളി പൊരിച്ച കോഴീൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിക്കണം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ലൈക്ക് വേണം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഫസ്റ്റായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള നമ്മളെ കൂട്ടുകാർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് 6 വെല്ലുള്ളിയും ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 4 മതി, ചെറുതാണെന്നുണ്ടെങ്കിൽ 5 എടുക്കുക. പിന്നെ ഒരു 2 ബൾബ് വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചിയും ഒരു 6 പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണത്. പിന്നെ ഇതാ തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള 3 സവാള വേറെ 3 സവാള വേറെ അങ്ങനെയാണ് കേട്ടോ. 2 പ്ലേറ്റിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. നമുക്ക് രണ്ട് കാര്യത്തിനുള്ളതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലും മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് പൊരിച്ചിട്ടാണ് ചിക്കൻ വെക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കയ്യേറ്റന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ സ്പൂണേറ്റൊന്നും ഇങ്ങനെ തട്ടി മിക്സ് ആക്കിയാലൊന്നും എല്ലായിടത്തേക്കും ഒന്നും എത്തൂല കേട്ടോ. അപ്പോൾ നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കട്ടെ. ഈ മിക്സ് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലോണം മസാല പിടിക്കൂട്ടോ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ റെഡിയാക്കാനുണ്ട്. അതൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തിന് തന്നെ ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടും. ആ നേരം വരെ നമുക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കട്ടോ. അപ്പോൾ നല്ലോണം പെട്ടെന്ന് തന്നെ മസാല ഒക്കെ പിടിച്ചോളും. അപ്പോൾ ഞാനിതൊരു 1/4 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. RKG ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മിൽമൻ്റെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ 3 സവാളയിൽ നമ്മൾ പകുതി സവാള ആക്കി വെച്ചല്ല, അതിൽ ഒരു ഭാഗം സവാള എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. 3 സവാള പൊരിച്ചെടുക്കാനും 3 സവാള വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് സവാളൊക്കെ 2 ബാച്ചായിട്ട് ഇങ്ങനെ പൊരിച്ച് കോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സവാള പൊരിച്ച് കോരുന്നതിൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സവാള പൊരിച്ച് കോരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കരുത് പൊരിച്ച് കോരാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കോരി എടുക്കണ നേരം കൊണ്ട് തന്നെ അത് കരിഞ്ഞിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ വരല്. ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുത്താൽ അതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നമ്മളങ്ങോട്ട് പൊരിച്ചെടുക്കാൻ നിൽക്കരുത്. പിന്നെ ഇതാ ഞാനിത് പൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിൽ നല്ലോണം മസാല ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേറൊരു എണ്ണ പൊരിക്കാനായിട്ട് എടുക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം തന്നെ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് ചിക്കൻ പൊരിക്കാനും പിന്നെ ഉള്ളി പൊരിച്ചെടുക്കാനും ബിരിയാണിക്കും ഒക്കെ കൂടിയുള്ള ഓയിലായിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കനും ഞാനിതാ 2 ബാച്ചായിട്ട് തന്നെയാണ് ഇവിടെ പൊരിച്ചിട്ടെടുക്കുന്നത്. ഓവറായിട്ട് നല്ലോണം ക്രിസ്പി ആയിട്ട് അങ്ങോട്ട് പൊരിക്കും വേണ്ട, എന്നാലിട്ട് നല്ലോണം അങ്ങോട്ട് ഒന്ന് വെന്ത് കിട്ടും വേണം കേട്ടോ ചിക്കനും. അപ്പോൾ ആ ഒരു രീതിയിൽ പൊരിച്ചെടുക്കുക. ഓവറായിട്ട് ചിക്കനിൽ മസാല തേക്കാനും പാടില്ല കേട്ടോ. നല്ലോണം ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടുതലിട്ടിട്ട് നമ്മൾ സാധാ ചിക്കൻ പൊരിക്കണ മാതിരി ഇങ്ങോട്ട് ഓവറായിട്ട് മസാല തേച്ചിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ 2 ബാച്ചായിട്ട് തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാലയിൽ തന്നെയാണ് നമ്മൾ കായം ഉണ്ടാക്കാൻ, പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് കുറച്ചൊരു കുഞ്ഞ ചട്ടിയായി പോയിട്ടോ. ഉണ്ടാക്കി വന്നപ്പോഴത്തേന് നല്ലോണം ചട്ടി ചെറുതാണെന്ന് തോന്നി. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലിയ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 കയ്യിൽ
ഓയിൽ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല, 1 കിലോന് അല്ല ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഇനി ഓയിൽ കുറക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കുറക്കട്ടെ. പിന്നെ ബിരിയാണി ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ഓയിലിൻ്റെ എന്താ പറയുക, നെയ്യും ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിരിയാണിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ബിരിയാണി മന്തി എന്ന് പറയും എപ്പോഴൊന്നും നമ്മളിത് വെച്ച് തിന്നൊന്നുമില്ലല്ലോ, ഇടക്കിടക്കൊക്കെ അല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് പിന്നെ നമ്മൾ 3 സവാള ബാക്കി വെച്ചിരുന്നല്ലോ അരിഞ്ഞിട്ട്, ആ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 3 സവാള വഴറ്റിയിട്ട് 3 സവാള പൊരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാരട്ടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല, എല്ലാ സവാളയും പൊരിച്ചിട്ട് തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഇടണ നേരത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് വഴറ്റിയെടുക്കേണ്ടത് എന്നുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതായത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ആ ഓയിലിന് ആവശ്യമില്ല കേട്ടോ. ഇത്രയും ഓയിലിന് നമുക്ക് ധാരാളമായിട്ട് മതിയാവും. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം വഴറ്റിയിട്ട് മാറ്റിയെടുക്കുക തന്നെ വേണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട പാടന്നെ നമ്മൾ വേറെ പൊടികളും മസാലകളും ഒന്നും ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കുത്തലൊക്കെ മാറി നല്ല ഒരു മണം വരും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മസാലയൊക്കെ ഇടുന്നിട്ട് വഴറ്റിയിട്ടുള്ള ഓയിലിൽ കിടന്നിട്ട് വഴറ്റിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ബിരിയാണി മസാല ഏതാണെന്ന് കുറേ കൂട്ടുകാർ ചോദിക്കും. ഞാൻ ഇതിലൊരു പുതിയ ബിരിയാണി മസാലയാണ് ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ബിരിയാണിക്ക് ആ മസാല ഇട്ടപ്പോഴിട്ട്. ആ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ പുതിയൊരു ബ്രാൻഡാണ്, പ്രമോഷൻ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇപ്രാവശ്യം എടുത്തപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ചപ്പും പൊതിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിൻ്റെ ഇല കൂടുതലും പൊതിനൻ്റെ ഇല കുറവായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊതിനൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. മല്ലിൻ്റെ ഇല ഒരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലകളൊക്കെ നല്ലോണം മിക്സായിട്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നതിന് കഴിഞ്ഞതിന് ശേഷമാണ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെയും പുളിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഞാനിതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടപ്പോൾ കണ്ടില്ല പാത്രം നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിയ പാത്രത്തേക്ക് എല്ലാവരും മാറ്റും. പിന്നെ ഞാനിത് മാറ്റി കൊടുക്കാനുള്ള ഒരു മടിയിൽ ഈ പാത്രം തന്നെ എടുത്തതാട്ടോ. പിന്നെ നമ്മളിത് ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ 3/4 ഭാഗത്തോളം ചിക്കനല്ല പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ 3/4 ഭാഗത്തോളം ഈ ചിക്കനക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് 1/4 ഭാഗം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റിയേക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഈ ചെറിയ പാത്രം ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ നല്ല പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നല്ലോണം സോഫ്റ്റായി കിട്ടാനും നമുക്ക് പൊടിഞ്ഞു പോവാതിരിക്കാനും നല്ലതാണ് കേട്ടോ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ. അതിനും കൂടി അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാല ഒന്ന് സെറ്റായി വന്നിട്ട് ഗ്രേവി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്താ വെച്ചാൽ ഈ ചിക്കനിൽ നമുക്ക് വെള്ളം ഊറി വരില്ല. നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തതുകൊണ്ട് വെള്ളം ഊറി വരില്ല. അപ്പോൾ മസാലക്ക് തീരെ ഗ്രേവി ഉണ്ടാവില്ല, തിക്കായിട്ടേക്കാരം. അപ്പം പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് മസാലയോട് കൂടിയിട്ടൊക്കെ കഴിക്കാനായി. ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. മക്കൾക്കൊക്കെ കുറച്ച് മസാല വേണം ബിരിയാണിയിൽ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കിയെടുക്കുക. ഇനി അഥവാ നിങ്ങൾ ചിക്കനിൽ പിന്നെ മസാലയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഗ്രേവി തന്നെ മതിയാവും. അപ്പോൾ അതാ ഞാനിതൊന്നും കൂടി മൂടിയൊക്കെ വെക്കുന്നുണ്ട്. ഇനി ഇത് വേറൊരു അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ ബിരിയാണി വെക്കുന്നത്. നമ്മളെപ്പോഴും ചോറ് ഊറ്റിയെടുത്തിട്ടല്ല ബിരിയാണി വെക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നെയ്ച്ചോറാക്കിയിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. നെയ്ച്ചോറ് എന്ന് പറഞ്ഞതുകൊണ്ട് തമ്മി ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക്
കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 3 ഏലക്കായും അതേമാതിരി തന്നെ ഒരു 3 കറാമ്പൂവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരുജീരകവും ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഓവർ ആവേണ്ട, ഒരു കുത്തുന്ന ടേസ്റ്റ് വരും കേട്ടോ ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലവരൊക്കെ ടേസ്റ്റ് കൂടിക്കോട്ടെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഇട്ട് കൊടുക്കും. പക്ഷെ അത് നമുക്ക് അബദ്ധമായിട്ടാണ് കേട്ടോ ലാസ്റ്റ് സംഭവിക്കൽ. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, എല്ലാത്തിനും ഒരു കുത്തുന്ന ടേസ്റ്റ് കൊണ്ട് നമുക്ക് കഴിക്കാനും കഴിയൂല. പിന്നെ ഞാനതൊരു സവാളൻ്റെ പകുതി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പേസ്റ്റിൽ ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പച്ചമണം മാറിയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കാണിച്ചെന്നുള്ളൂ, വയറ്റുന്നതൊന്നും ഒരുപാട് കാണിച്ചിട്ടില്ല. പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷമാണ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിലയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇത് ഞാൻ 1.5 കപ്പ് വെള്ളമാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അരി കഴുകിയിട്ട് കുതിർത്തിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ കഴുകിയിട്ടാണ് അരി ഇടണമെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള നിലക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളരി വെന്ത് കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ കുതിർത്ത് വെച്ചതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള നമ്മളെ കൂട്ടുകാർക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം പോയി നല്ലോണം വാർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അരിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജോക്കർ റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൈമാ റൈസോ ജീരകശാല ഏതാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ചെയ്യട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വെന്ത് തിളച്ച് ആ ബബിൾസൊക്കെ വരുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചുകൊണ്ട് ഒന്ന് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെള്ളവും അരിയും ഒരേ നിലക്ക് വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഇതാ വെള്ളം നമ്മളെ അരി ഒരേ ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൈസിന് നല്ല കളറും കിട്ടും, നല്ല സോഫ്റ്റായിട്ടും കിട്ടും, ഒന്നിമ്മൽ ഒട്ടിപ്പിടിക്കാതെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ചെറുനാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അരി വേവില്ല, പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റി പോവുകയും ചെയ്യും. ഒരു പച്ച അരി മാതിരിക്കാരെ നമുക്ക് കിട്ടൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ ഇതേപോലെ ഒരു വറ്റുമ്പോൾ തൊടാതെയുള്ള നല്ല നെയ്ച്ചോറ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സാധാ നെയ്ച്ചോറ് വെക്കുമ്പോഴും ഇതേപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് കിട്ടും. ഇനി ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതേപോലെയുള്ള 2 പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോഴത്തേക്ക് ഒരു പാത്രം മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണത് കേട്ടോ. മസാല ഇനി ഇതിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ചോറ് കോരിയെടുക്കണത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ പകുതി ചോറ് ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് മസാല ഇതിലേക്ക് തട്ടിയിട്ട് ബാക്കി പകുതി അതിൻ്റെ മേലേക്ക് തന്നെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഫുള്ളായിട്ട് ചോറ് ഇങ്ങോട്ട് എടുത്തിട്ടില്ല, കുറച്ച് ചോറ് അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ കിടന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മേലേക്ക് ചോറ് തന്നെയാണ് ഇടാൻ പോണത്. ഞാൻ ഇനി നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ചോറ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ വേറെ നെയ്യൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് തൂവി കൊടുക്കുക. ഞാൻ അതും തൂവി കൊടുത്തിട്ടില്ല, എനിക്ക് എല്ലാതും പാകമായിട്ടാണ് തോന്നിയത്. ഇനി ഞാനിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ഉള്ളിയും ചപ്പും പൊതിനും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഒരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ മസാലൻ്റെ ഗ്രേവി ചോർക്കും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിലായിട്ട് വെക്കുന്നത്. നമ്മൾ അടുപ്പത്ത് കനലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കനലൊക്കെ ഒന്ന് ഇവിടെ വലിച്ചതിൻ്റെ ശേഷം വേണം നമ്മളൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ആ കനലിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഒരുപാട് കനലിട്ടിട്ട് വെച്ച് കൊടുക്കരുത്, അടി കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതാ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാതെ ഇതുവരെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. എന്നാലേ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. പെരുന്നാളൊക്കെ അല്ലേ, എല്ലാവരും നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ മന്തിക്കൊക്കെ തന്നിട്ടുള്ള തൊണ്ടക്ക് ചെറിയൊരു കിച്ചുണ്ട്. മന്തിക്കൊക്കെ തന്നിട്ടുള്ള സപ്പോർട്ട് ഇതിനും എല്ലാത്തിനും തരണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിത് ബിരിയാണി ഒന്ന് വിളമ്പിയിട്ടും കൂടി കാണിച്ചു തരാം. ഞാനിതിലേക്ക് നല്ല മുളകച്ചാറും പിന്നെ കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാണിച്ചിട്ടില്ല, അത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇത് നല്ല ഗ്രേവി, അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ. എന്നാലും ചോറ് പിന്നെ ചിലതൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച മാതിരി ഉണ്ടാവുമല്ലോ, ഇത് അങ്ങനെ ഒന്നുമില്ല. ഒരു വറ്റുമ്പോൾ തൊടാതെ കിട്ടിയിട്ടുണ്ട്, നല്ലോണം വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഈ ചോറ് ഉച്ചക്ക് തന്നെ ചിലവഴിക്കണം കേട്ടോ, രാത്രിക്കൊക്കെ ഇനി വേറൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളെല്ലാവരും ഫീഡ്ബാക്കും അറിയിക്കുക. നമ്മളെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടൊക്കെ മന്തിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാനതിൽ എൻ്റെ സ്ക്രീനിൽ മന്തിൻ്റെ വീഡിയോ കൊടുക്കട്ടോ. അപ്പോൾ പെരുന്നാളിന് മന്തി ഇഷ്ടമുള്ളവർക്ക് മന്തി ഉണ്ടാക്കുക, ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.